നമസ്കാരം. കാസർഗോഡിൻ്റെ പുത്രന് ഇതെന്തു പറ്റി? സി എക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വർഗീയവാദമാണ് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിയുടെ നിലപാട്. ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനയെ വെല്ലുവിളിക്കലുമാണ് ഇത് എന്ന് CPM-ൻ്റെ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു പറയുന്നു. മതത്തിൻ്റെ പേരിൽ പൗരത്വം നിർണ്ണയിക്കുന്നത് ഭരണഘടനയ്ക്കെതിരായിരിക്കെ അതിനെ ന്യായീകരിക്കുന്ന ഒരു എം പിയുടെ നിലപാട് BJPയുടെ നിലപാടിനൊപ്പമാണ് എന്നാണ് CPM-കാരൻ്റെ കുറ്റപ്പെടുത്തൽ. കോടാനുകോടി ജനങ്ങളുടെ മനസ്സിൽ തീയായി ആളിക്കത്തുകയാണ് CAA എന്നുള്ളത്. അവർക്കൊപ്പം നിൽക്കുന്നതിന് പകരം പരിഹസിക്കുകയാണ് രാജ്മോഹൻ MP എന്നാണ് പറയപ്പെടുന്നത്. CAA-ക്കെതിരെ പറയുന്നത് വർഗീയത ആളിക്കത്തിക്കുന്നതും വിഘടനവാദം ഉണ്ടാക്കുന്നതുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നതെന്നാണ് CPM-കാരൻ. ഇത് ചോദ്യം ചെയ്ത മാധ്യമപ്രവർത്തകനെ വർഗീയവാദിയെന്ന് ആക്ഷേപിച്ചിട്ടുള്ള MP മാപ്പ് പറയാൻ തയ്യാറാകണമെന്നുകൂടി പറയുകയാണ്. MPയുടെ അഭിപ്രായത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാക്കണമെന്നുള്ളതാണ് ഇപ്പോൾ CH കുഞ്ഞമ്പുവിൻ്റെ ആവശ്യം. കാരണം എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറയൂ. പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് എന്താണോ അത് തന്നെയാണോ കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറയപ്പെടണം. മതന്യൂനപക്ഷങ്ങൾക്കെതിരെയാണോ വർഗീയവാദികൾക്കെതിരെയാണോ നിൽക്കുന്നത് എന്ന് പറയേണ്ടതുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ എന്താണോ പറഞ്ഞത് അത് BJPക്ക് അനുകൂലമാകുന്ന തരത്തിലുള്ള ഘടകങ്ങളാണ്. അങ്ങനെ BJPയെ സുഖിപ്പിച്ചുകൊണ്ട് എന്തിനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് എന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് എന്നുള്ള ചോദ്യമാണ് കുഞ്ഞമ്മു ചോദിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയം കലർത്തുകയാണ്. ഈ രാഷ്ട്രീയം കലർത്തി മുന്നോട്ട് പോകുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് എന്ന് കുഞ്ഞമ്മു മനസ്സിലാക്കൂ. കുഞ്ഞമ്മുവും കുഞ്ഞമ്മുവിൻ്റെ അന്തം കമ്മികൾക്കും മനസ്സിലാകാത്തതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന CAA-യുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ എന്നുള്ളത്. പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ എന്താണ് നിങ്ങളുടെ നിലപാട് എന്നുള്ളത്. ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇവിടുന്ന് ഒരു തരത്തിലും ഇന്ത്യയിൽ നിന്ന് ഒരു മുസ്ലിമിനെയും പുറത്താക്കുകയോ അല്ലെങ്കിൽ അവരെ പറഞ്ഞയക്കുകയോ ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ ഉറപ്പ് നൽകിയ സാഹചര്യത്തിൽ പിന്നെ നിങ്ങൾ ആരെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കുന്നു എന്നുള്ള വാർത്ത ഉണ്ടാക്കിയെടുക്കുന്നത്? യഥാർത്ഥത്തിൽ ആരാണ് വർഗീയവാദം ഉണ്ടാക്കുന്നത്, വർഗീയത പ്രചരിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതല്ലേ? കുഞ്ഞമ്പു അടക്കമുള്ള അന്തംകമ്മി സഖാക്കൾ മനസ്സിലാക്കേണ്ടത് എത്രയേ ഉള്ളൂ. CAA-ക്ക് പകരം അല്ലെങ്കിൽ അതിനെതിരെ യുദ്ധം ചെയ്യുന്നത് എന്തിനാണ്? മറ്റു രാജ്യങ്ങളിൽ നിന്ന് തീവ്രവാദ സ്വഭാവമുള്ളവർ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ രാജ്യത്തിനകത്തേക്ക് കടന്നുകൂടിയിട്ടുണ്ടോ? 2014 ഡിസംബർ 31 വരെയുള്ളവർക്ക് അങ്ങനെ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങളെ മാത്രം മാറ്റി നിർത്തുന്നതല്ല, ഒരു വിഭാഗം തീവ്രവാദ സ്വഭാവമുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് പകരം ബാക്കിയുള്ള എല്ലാ സമുദായങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവർക്ക് പൗരത്വം നൽകുന്ന രീതി അതിനകത്ത് മാറ്റം വരുത്തുന്നതല്ലല്ലോ. ഇവിടെ പൗരത്വ ഭേദഗതി കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു ചെറിയ മാറ്റം വരുത്തിയത് ഈ ഇന്ത്യയിലുള്ള ഇന്ത്യക്കാരായ മുസ്ലിങ്ങളെയോ ഭാരതീയരായിട്ടുള്ള മുസ്ലിങ്ങളെയോ ഇവിടെ നിന്ന് പുറത്തു കടക്കുവാനല്ല, അവരെ പറഞ്ഞു വിടുവാനല്ല. ഇതിവിടുത്തെ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും ചെയ്യേണ്ടത്. പകരം കുഞ്ഞമ്പുവിനെ പോലുള്ള അന്തം കമ്മികൾ നടത്തുന്നത് ഇവിടെ നിന്ന് ഈ മുസ്ലിങ്ങളെ പുറത്താക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലേക്കുള്ള വാദങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോൾ ആരാണ് ഇവിടെ വർഗീയ വിഷം കുത്തുന്നത്, ആരാണ് ഇവിടെ വർഗീയത പരത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്ന വാദഗതികൾ എന്ന് പറയപ്പെടുന്നത് അത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മാത്രം വാദഗതികളാണോ അതോ കോൺഗ്രസിൻ്റെ നിലപാടാണോ? ആ കോൺഗ്രസിൻ്റെ നിലപാടുമായിട്ടാണോ രാജ്മോഹൻ ഉണ്ണിത്താൻ മുന്നോട്ട് പോകുന്നത്? അതല്ല, അതിന് പകരം അദ്ദേഹത്തിൻ്റെ ആളുടെ രീതിയിലുള്ള മുന്നോട്ട് പോകാണോ നടക്കുന്നത്? എന്തായാലും ശരി, രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം, അത് BJPക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞ് അതിലൊരു രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നത് അന്തം കമ്മികളുടെ വിവരക്കേട്. ആ വിവരക്കേടിന് മറുപടി പറയാൻ പോകുന്നത് അവിടുത്തെ വോട്ടർമാരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ വോട്ടർമാർ ഈ വരുന്ന 26-ാം തീയതി അവരുടെ മനസ്സിലെ അംഗീകാരം അത് ആർക്കാണോ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് അവർക്ക് നൽകുക തന്നെ ചെയ്യും. അതുവരെ മാത്രമേ കാണുകയുള്ളൂ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രക്ഷോഭങ്ങളിലെ അന്തം കമ്മികളുടെ ഈ ഇടപെടൽ.